ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എന്തൊരു ചൂടാലേ, സഹിക്കാൻ പറ്റാത്ത ചൂടാണിപ്പോൾ ഉള്ളത്. പിന്നെ എന്താ ചെയ്യുക? ഞാനല്ലേ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പൂവിനെയൊക്കെ എടുത്തത്. ഇത് സത്യം പറഞ്ഞാൽ നല്ല വള്ളി ചെടിയായിട്ട് ഉണ്ടാകുന്നൊരു പൂവാണ്. ഇത് രാത്രി എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അങ്ങനെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തിരക്ക് ഏട്ടൻ ഓഫീസിൽ പോകണം, അപ്പോഴേക്കും എല്ലാം റെഡി ആവണം. പിന്നെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഉണ്ടേ, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണേ. ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശയ്ക്ക് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചട്നിക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ ഞാനില്ലേ വാഴത്തട്ടയില്ലേ നമ്മളെ വാഴേൻ്റെ, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കറിയിലിട്ടാണ്. അപ്പം ഉപ്പൊക്കെ അബ്സോർബ് ചെയ്ത് പോകും കേട്ടോ. ഇത് പണ്ട് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ മീൻകറിയാണ്, മീൻകറിക്കുള്ളതാണ് കേട്ടോ ഈ പരിപാടി. അപ്പോൾ ചില സമയത്ത് ഞാൻ കുടുക്കയിൽ ഇങ്ങനെ വെക്കും, ചിലപ്പോൾ ഞാനിങ്ങനെ നേരമില്ലെങ്കിലൊക്കെ ഇങ്ങനെയാണ് വെക്കാറ്. ഇതൊരു സ്റ്റീലിൻ്റെ പോട്ടാണ് കേട്ടോ, അത്യാവശ്യം കട്ടിയുള്ളൊരു സ്റ്റീലിൻ്റെ പോട്ടാണ്, അപ്പോൾ അതിലാണ് വെക്കാറ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് മസാല ഇട്ട് വെച്ചൊരു മീൻകറി ആയതുകൊണ്ട് വറവിടണം കേട്ടോ. അപ്പോൾ പിന്നെന്താണ് നമ്മൾ ഇതാണ് കേട്ടോ വെച്ചത്, കേബേജിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഞാൻ വേഗം കേബേജൊക്കെ അരിഞ്ഞ് ഉപ്പേരിക്കൊക്കെ ഉള്ള റെഡിയാക്കി അങ്ങനെ അതും 3 ബർണറും കത്തിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് താളിച്ചൊഴിച്ചാണ് കേട്ടോ, മസാല കറിക്ക് അങ്ങനെ ചെയ്യാറുണ്ടേ. പിന്നെ മോന് അപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ അവന് ചായ ഉണ്ടാക്കി കൊടുത്തു. അവന് പാൽ ചായ നിർബന്ധമാണ് കേട്ടോ, ഒരു ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ചോറ് ഞാൻ ഇന്ന് ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ്, പിന്നെ വേവുള്ള അരി ആയതുകൊണ്ട് അധികം ഇൻഡക്ഷനിൽ തന്നെയാണ് വെക്കുക കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഏട്ടൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയായി പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കറിയും ചുക്കുവെള്ളവും പിന്നെ ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനത് എടുത്ത് പോയിക്കൊള്ളട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ, നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ കേട്ടോ. ഇത് കണ്ട് പ്രാന്തായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ഇതാ എൻ്റെ പൂക്കളും ഒക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നേ, നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതില്ലേ, നമ്മളിവിടെ ഇതിനെ പറയാം കർമൂസ എന്നാണ് കേട്ടോ, പപ്പായമരാണ്. പിന്നെ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവണത് നല്ലതല്ല എന്നാണ് കേട്ടോ കേട്ടത്. ഇത് അമ്മയും നമ്മളെ അമ്മായിയും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അമ്മായി എന്ന് പറഞ്ഞാൽ പ്രായമുള്ളൊരു ആളാണ്, അപ്പോൾ അമ്മായിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനത്തെ ഒന്നും വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അമ്മായി ഒരു ദിവസം ഇവിടെ വന്നപ്പം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, ഉണ്ടാവാൻ പാടില്ല, അത് മോളെ മുറിച്ച് കളയണേന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലേ, ഇപ്പം ഞാൻ കൊടുവാളെടുത്ത് അതൊക്കെ മുറിച്ച് കളഞ്ഞു കേട്ടോ, അങ്ങോട്ട് കളഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കവുങ്ങിൻ്റെ പട്ട ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. അതിങ്ങനെ എന്താണെന്നറിയില്ല, ചൂടുകൊണ്ടാണോന്ന് അറിയില്ല, ഇങ്ങനെ എല്ലാ കവുങ്ങൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് എന്തായാലും ഞാൻ ചൂലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, അതങ്ങ് കളയലാണ്. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇടും, തെങ്ങിൻ്റെ തഴത്തിനൊരു വളമാവുമല്ലോ. പിന്നെ അതേപോലെ തന്നെ പുല്ല് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പറിക്കാൻ കേട്ടോ ചെയ്യാറ്. അല്ലാതെ ഇതിനായിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് പുല്ല് പറിക്കാനിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇട്ട് നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ടൈമിനൊക്കെ പുല്ല് പറിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിടും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുളക് ചെടിയിൽ നന്നായിട്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ചിലത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഒരു സമയത്ത് ഞാനിങ്ങനെ പറിച്ച് ഒക്കെ കൊണ്ടുവെക്കാറുണ്ടായിരുന്നേ, അപ്പം ചിലപ്പം വിട്ടുപോകും, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറ്. അപ്പം പീലുള്ള ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ. അപ്പം ഞാൻ സ്റ്റാറ്റസ് വെച്ച സമയത്ത് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണമെന്ന്. അപ്പം വിത്തും കുറച്ച് മുളകും ഒക്കെ ആയിട്ട് ഞാൻ അവൾക്ക് എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ അടിച്ചു വാരാനൊക്കെ പോയിട്ടോ. അടിച്ചു വാരാൻ കുറച്ചുണ്ട്, നമ്മൾ ഇൻ്റർലോക്കും പിന്നെ കുറച്ച് മണ്ണിൻ്റെ ഭാഗമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി. ഈ പോട്ടൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടോ ഇവിടുന്ന്. ഇപ്പം പാമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കല്ലേ, അപ്പോൾ സത്യം പറയാച്ചാൽ പേടിയാണ്. അത് ജനവാതിലിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ആ പോട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചാണ്, അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി. പിന്നെ ഞാൻ നനയ്ക്കാൻ നിന്നു കേട്ടോ, കുറച്ചുണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ചെടികളും ഉണങ്ങി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പണിയൊക്കെ ഒതുക്കി, നേരത്തെ കണ്ട അടുക്കളയല്ല കേട്ടോ അപ്പോൾ ഇത്, എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ്, ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വാഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ലതൊക്കെ കല്ലിൽ അലക്കി, പിന്നെ അങ്ങനെ അല്ലാത്തത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ വാഷിംഗ് മെഷീനിലിടും കേട്ടോ. മോൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു,
വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കല്ലിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അലക്കിയിട്ട് ഇവിടെ ആറിയിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ചെറിയ മോനെ പിന്നെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയുണ്ട്. അപ്പോൾ ഇനി അതിനെ വിളിക്കണം. അപ്പോൾ അവന് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അതാ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ കാടമുട്ടല്ലേ, അത് ഇതാ ആദ്യമായിട്ടാട്ടോ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത്. അവന് ഇഷ്ടമാണെന്ന് എനിക്ക് നമ്മളൊരു സമയത്ത് എവിടെയോ പുറത്തെന്തോ പോയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിച്ചപ്പോൾ. അപ്പം ഞാനൊരു പാക്കറ്റ് വാങ്ങിയിട്ട് അവന് വേണ്ടിയിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് പാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും മസാല അവന് എഗ്ഗില്ലേ അതും കൂടെ അവന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകാനൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മളെ പണികളൊക്കെ ഇനിയും കഴിയാനുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുണ്ടായി. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അടിച്ചു വാരലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെഡിയായി. ഞങ്ങാനും അപ്പൂസും കൂടെയാണ് പോണത്. കുറച്ച് ഇങ്ങനെ പോകണം. നടക്കാവാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാവാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്, സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ബസ്സിലാണ്. ഞാനധികം ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് നമ്മുടെ ഫ്ലോറിലെത്തിയിട്ടോ. ഫ്ലോറിലെത്തി ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് നമ്മൾ സ്റ്റുഡിയോ വരുന്നത് കേട്ടോ. അപ്പം നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കൽ പതിവാണ്. കുറച്ച് നല്ല ഐസ് വാട്ടർ ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ ചൂടത്തല്ലേ, അപ്പം ഐസ് വാട്ടറൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം ഫ്ലോറിലേക്ക് കയറി. നമ്മുടെ സാറ് ഇതാട്ടോ അവിടെ ഉണ്ട്. സാർ കണ്ടിട്ടില്ല തോന്നുന്നു ഞാൻ വീഡിയോ എടുത്തത്. ഇത് നമ്മളെ ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. ക്ലാസ് ടൈം കഴിഞ്ഞും കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പം എല്ലാവരും വരുന്നവരെ നമ്മൾ സംസാരിക്കും കേട്ടോ. ഇത് ശാലു, എല്ലാവർക്കും അറിയില്ലേ, സുന്ദരിയാണ്. ആ സുന്ദരി ഇത് പറയുന്ന പോലെ തന്നെയാണ്. നല്ല ക്യാരക്ടറാണ്. സൗമ്യ, പ്രണതി, ഐശ്വര്യ എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ പറയുക, എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗാണ്. എന്തോ ഒരു നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളൊക്കെ മാറ്റി കുറച്ച് നേരത്തേക്ക് നമ്മൾ മറന്നു പോകും കേട്ടോ. അത്രയും എല്ലാവരും നല്ലൊരു എൻജോയ്മെൻ്റാണ് എല്ലാവരും. അതേപോലെ തന്നെ എല്ലാവരും ക്യാരക്ടറും വളരെ നല്ല ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.